ഹലോ ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ ടീച്ചിങ് ചാനലിലേക്ക് സ്വാഗതം. സെറ്റ് എക്സാം വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും. 28-ാം തീയതി, ഏപ്രിൽ 28-ാം തീയതി തൊട്ട് നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാം. വെക്കേഷൻ സമയമാണ് പലയിടത്തും, അല്ലെ? അതുകൊണ്ട് തന്നെ പഠിക്കാൻ സമയമുണ്ട്. സീരിയസ് ആയിട്ട് ഒരു പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വരുന്ന HSST എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. ചിലപ്പം ഈ വരുന്ന HSST എക്സാമിന് ആപ്ലിക്കേഷൻ നമുക്ക് അയക്കാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള അവസാനത്തെ സെറ്റ് എക്സാം കൂടി ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻസോട് കൂടി വേണം നമ്മൾ സെറ്റ് എക്സാമിനെ അഭിമുഖീകരിക്കാൻ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്, കഴിഞ്ഞ സെറ്റ് എക്സാം എഴുതിയവരാണോ നിങ്ങൾ എങ്കിൽ സെറ്റ് ഇംഗ്ലീഷ് എക്സാമിന് വളരെ ടഫ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കേണ്ടായി. വളരെ ടഫ് എന്ന് പറഞ്ഞാൽ സെറ്റ് എക്സാമിന്റെ ഒരു റേഞ്ചിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് എൻ പാർട്ടിലാണ് കൂടുതലും വന്നതും. അത് മാത്രമല്ല, അത് നമ്മളെ കുറച്ചൊന്ന് വലച്ചിട്ടുണ്ട്. ചിലർക്കെങ്കിലും ചെറിയ വ്യത്യാസത്തിലൊക്കെ സെറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ആണ് അവരെ എന്ത് ചെയ്തത്, അവരെ ചതിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ സോഴ്സുകൾ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്തപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബിക്കോസ് UGC നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസിനെ ആസ് സച്ച് അതേ ഓപ്ഷൻസോട് കൂടി എടുത്തിട്ടാണ് ഇവിടെ നമ്മളെ കുഴപ്പിച്ച ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സെറ്റ് ഇംഗ്ലീഷിന് നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. 2025 സെറ്റ് QP സോഴ്സ് ഓഫ് ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും പാടായിട്ടുള്ള ചോദ്യങ്ങളുടെ സോഴ്സുകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാ അടുത്ത സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവര്, സെറ്റ് ഇംഗ്ലീഷിന് പ്രിപ്പയർ ചെയ്യുന്നവര് ഇതുവഴിയേ പഠിച്ചാൽ മതി എന്നുള്ളൊരു ഹിന്റ് കൂടി ഇവിടെ ഉണ്ട്. മൈ പ്ലേസ് തുടങ്ങുമ്പോഴുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ബ്രിട്ടാനിക്കയിൽ നിന്നാണ്, പക്ഷെ അവസാന ഭാഗങ്ങളിലാണ് നമ്മൾ ആ പാറ്റേൺ വളരെ വിസിബിൾ ആയിട്ട് കാണുന്നത്. മൈ പ്ലേസ് 1987 ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ അന്നത്തെ ആ ഒരു A വേർഷൻ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, ദ ഓൾഡ് ഇംഗ്ലീഷ് ഡയലക്ട് ഇൻ വിച്ച് ദർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് എക്സ്റ്റന്റ് വർക്ക്സ്. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അല്ലെ? നമ്മൾ യൂഷ്വലി ഉള്ള ഒരു പാറ്റേണിലുള്ള ഒരു സെറ്റിന്റെ ക്വസ്റ്റ്യൻ അല്ല ഇത്. വന്നിരിക്കുന്നത് ബ്രിട്ടാനിക്കയിൽ നിന്നാണ്. ബ്രിട്ടാനിക്ക എടുത്തു നോക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി ആ ലിങ്ക് കൂടി ഒന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് സെന്റൻസ് അസച്ച് ബ്രിട്ടാനിക്കയിൽ നിന്നാണ് ചോദിച്ചത്. അപ്പൊ പണ്ട് നമ്മൾ സെറ്റ് ആൻഡ് നെറ്റ് എക്സാമിന് പഠിക്കുമ്പോൾ പറയും, നിങ്ങൾ വിക്കിപീഡിയ വായിക്കൂ, ഒരു ഫർദർ റെഫറൻസിന്, ഫർദർ റീഡിങ്ങിന് നിങ്ങൾ വിക്കിപീഡിയ വായിക്കൂ എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. പക്ഷെ ഇനി ബ്രിട്ടാനിക്ക കൂടി നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ കുറച്ച് ലെവൽ കൂടിയ ചോദ്യങ്ങൾ ഡയറക്റ്റ് ആ സെന്റൻസുകളൊക്കെ അതുപോലെ എടുത്തിട്ടാണ് വെച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നത്. പിന്നീട് 13ാമത്തെ ചോദ്യം നോക്കുമ്പോൾ, words that share a similar though not identical form and are used with a similar meaning in two different languages may be termed as. 2012 ജൂൺ നെറ്റ് എക്സാമിനാണ് ഈ ചോദ്യം ആദ്യമായിട്ട് വരുന്നത്. പിന്നീട് ആ ഒരു സ്ക്രീൻഷോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 2013 സെപ്റ്റംബറിന് ചോദിച്ചിട്ടുണ്ട്, 2012 ജൂൺ, 2013 ജൂണിന് ചോദിക്കുന്നു, ഡിസംബർ UGC നെറ്റ്. പിന്നീടത്തുള്ള ഒരു 5 വർഷം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പല രൂപത്തിലും പല ഭാവത്തിലും എന്ത് ചെയ്തു, ചോദിച്ചു കാണുന്നുണ്ട്. ഓക്കെ, കോഗ്നേറ്റ്സ് എന്നുള്ള ആ ഒരു പോർഷനിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ UGC നെറ്റ് എക്സാമിൽ നിന്ന് അതുപോലെ ഓപ്ഷൻസ് പോലും അതുപോലെ എടുത്തിട്ടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. 21ാമത്തെ ചോദ്യം, the comic satiric work that was written even as its writer suffered what was self-described as the greatest heaviness of heart. ഭയങ്കര വിഷമത്തിൽ ഇരുന്നപ്പോൾ എഴുതിയതാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഏത് ഓതർ ആണെന്ന് പറഞ്ഞിട്ടില്ല, വർക്ക് ഏതാണെന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു എഴുതിയ സമയത്ത് അദ്ദേഹത്തിന് ഒരു മാനസിക വിഷമത്തിൽ എഴുതിയ വർക്ക് ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ഹിന്റ്. ഒരു സറ്റേറിക് വർക്ക് ആണ് എന്നൊരു ഹിന്റ് കൂടിയുണ്ട്. ഇതിൽ നിന്ന് ഉത്തരത്തിലോട്ട് എത്താൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടണം. പക്ഷെ ബ്രിട്ടാനിക്കയിൽ ഈ ലൈൻ അതുപോലെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ലോറൻസ് സ്റ്റേൺ, ബ്രിട്ടീഷ് റൈറ്റർ, Stern continued his comic novel, but every sentence he said, എഴുതിയ ഓരോ വരിയിലും he said was written under the greatest heaviness of heart. ഭയങ്കര വിഷമത്തിലാണ് എഴുതിയത്. ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. സോ സെറ്റ് എക്സാമിന് ഏത് ഓതർ പഠിക്കുമ്പോഴും അവരെ ഒന്ന് ബ്രിട്ടാനിക്കയിൽ പോയി വായിച്ചു നോക്കിയാൽ, വിക്കിയിൽ അവരെ പറ്റി ഒന്ന് റെഫർ ചെയ്താൽ അത് ശരിക്കും നിങ്ങൾക്ക് സെറ്റ് എന്നുള്ള എക്സാമിനേഷൻ വളരെ ഈസി ആക്കി മാറ്റും എന്ന് നമുക്ക് മനസ്സിലാവും. 27ാമത്തെ ചോദ്യം, the 15th century manuscript collection of ballads rescued from a kitchen fire.
അപ്പം അതൊന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് ബാലറ്റ് കളക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാം. പിന്നെ കിച്ചൺ ഫയറിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, തീ കത്തിയപ്പം രക്ഷപ്പെടുത്തിയ മാനുസ്ക്രിപ്റ്റാ. എഗൈൻ അതൊരു കൺഫ്യൂഷന്റെ ഒരു കാര്യവുമില്ല. ബ്രിട്ടാനിക്കയിൽ അത് കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ അസച്ച് കൊടുത്തിട്ടുണ്ട്. The basis of Percy's collection was a tattered 15th century manuscript of ballads, Percy folio എന്നറിയപ്പെടുന്നത്. ഇത് എങ്ങനെയാണ് ഒരു ഫയറുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത്, ഒരു തീപിടുത്തമൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മാനുസ്ക്രിപ്റ്റ് സേവ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നത്. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, വേണ്ടുന്നവർക്ക് ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇതൊക്കെ ബേസ് ക്വസ്റ്റ്യൻസ് ആ. പക്ഷേ ഉദ്യോഗാർത്ഥികളല്ല, ആക്ച്വലി ഒരു എക്സാമിനേഷൻ, ഒരു എലിജിബിലിറ്റി എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ ആഗ്രഹിച്ചു വന്നവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് അവസാന ഭാഗത്തിലെ, എസ്പെഷ്യലി കൾച്ചറൽ സ്റ്റഡീസ്, അതുപോലെ തന്നെ ക്രിറ്റിസിസം, തിയറിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഭാഗത്തുനിന്ന്, ടേംസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഭാഗത്തുനിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. 99ാമത്തെ ചോദ്യത്തിലാണ് ആ ഒരു ഏരിയ തുടങ്ങുന്നത്. നമുക്ക് നോക്കാം അവിടെ നിന്ന് വന്ന ഈ ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ് എടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാച്ച് ദ ഫോളോയിങ് ഉണ്ട്, ടേംസ് റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ്. ശരിക്കും നമുക്ക് സെറ്റ് കിട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വന്ന ഏരിയയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 91ാമത്തെ ചോദ്യം അറേഞ്ച് ദ ഫോളോയിങ് വർക്ക്സ് ഇൻ ദി, ആ ഒരു സീക്വൻസിൽ അറേഞ്ച് ചെയ്യാനാണ്. കുറച്ച് ബുദ്ധിമുട്ട് ഇല്ല എന്ന് പറയുന്നതിന് കാരണം ഇതിന്റെ അകത്തുള്ള വർക്കുകൾ പല ഏജസിലായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും മാർച്ച് 2023 UGC നെറ്റ് ക്വസ്റ്റ്യൻ ആണിത്, ഓപ്ഷൻസ് ഉൾപ്പെടെ. ഓക്കെ, ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസിൽ ഉൾപ്പെടെ യാതൊരു ചേഞ്ചും വരുത്താതാണ് LBS ഈ ക്വസ്റ്റ്യൻ എടുത്ത് നമുക്ക് സെറ്റ് ക്വസ്റ്റ്യനിലോട്ട് ഇട്ടേക്കണം. 92ാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കിയാലോ. Which among the following are written by Roland Barthes? നമുക്കറിയാവുന്ന വർക്ക് ഒക്കെ ഉണ്ട്, പക്ഷേ ഇടയ്ക്ക് 1-2 പേര് കയറി കിടപ്പുണ്ട്. ഓപ്ഷൻസിൽ കൺഫ്യൂഷൻ വരാവുന്ന 1-2 വർക്കുകൾ കിടപ്പുണ്ട്. ഇതും ചോദിച്ചിരിക്കുന്നത് മാർച്ച് 2023 ഷിഫ്റ്റ് 1 ചോദ്യത്തിൽ നിന്നാണ്. സോ നമുക്ക് എന്ത് മനസ്സിലായി? മാർച്ച് 2023 ഷിഫ്റ്റ് 1 ചോദ്യ പേപ്പറിൽ നിന്ന് സെറ്റ് എക്സാമിന് 2 ചോദ്യങ്ങൾ അതേപോലെ ഓപ്ഷൻസ് ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. അവിടം കൊണ്ട് തീരുന്നില്ല. 94ാമത്തെ ചോദ്യം വാട്ട് ഡിഡ് മാത്യു അർണൾഡ് ഇംപ്ലൈ ബൈ ദ ടേം എന്ന് പറഞ്ഞ ടേം ചോദിച്ചിട്ടുണ്ട്. അതും മാർച്ച് ഷിഫ്റ്റ് 1 2023 തന്നെ ചോദ്യമാണ്. സോ ആ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന്, UGC നെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 3 ചോദ്യമാണ് നമുക്ക് സെറ്റ് എക്സാമിന് എടുത്തിരിക്കുന്നത്. ഇനി എ ഷോർട്ട് സ്റ്റോറി ബൈ ദ ബുക്കർ പ്രൈസ് വിന്നർ ഗീതാഞ്ജലി ശ്രീ എന്നുള്ളതാണ് ചോദ്യം. ഓഗസ്റ്റ് 2024 ഇപ്പം, അതായത് ആ സെറ്റ് എക്സാം കഴിയുന്നതിന് തൊട്ട് മുൻപ് നടന്ന UGC നെറ്റ് ക്വസ്റ്റ്യൻ ഷിഫ്റ്റ് 1 ചോദ്യമാണ് അതുപോലെ എടുത്തിരിക്കുന്നത്. തൊട്ട് താഴത്തെ ചോദ്യം 93ാമത്തത് കുറച്ച് വായിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ എളുപ്പമാണ്, അല്ലാത്തവരെ സംബന്ധിച്ച് അത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ചോദ്യമാണ്. ദെൻ 96 നമുക്കെല്ലാം സുപരിചിതമായ പലതവണ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ചാൾസ് ലാംബിന്റെ ഒരു അപരനാമം ആണ് എന്തെന്ന് പറയുന്നത് ഈലിയ. പക്ഷെ ചോദ്യം അതല്ല, അത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഏത് ജേർണൽ അല്ലെങ്കിൽ മാഗസിനിലാണ് എന്നുള്ളതാണ്. എഗൈൻ സെറ്റ് എക്സാമിനെ സംബന്ധിച്ച് അതൊരു ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നു. 2021 ഡിസംബറിലെ ഷിഫ്റ്റ് 1 ചോദ്യമാണിത്. 2021 ഷിഫ്റ്റ് 1 ഡിസംബർ ഷിഫ്റ്റ് 1 ചോദ്യമാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ടഫ് ക്വസ്റ്റ്യൻസ് ഇടണം എന്ന് ഡെലിബറേറ്റ് ആയിട്ട് LBS വിചാരിച്ച് പോയി UGC നെറ്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് എടുത്തോണ്ട് വന്നാണ് ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിന് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പം അതൊന്നോർത്താൽ നല്ലതാണ്. ബിക്കോസ് ഹയർ സെക്കൻഡറി പഠിപ്പിക്കേണ്ട അധ്യാപകരാണ്, അത്യാവശ്യം നിലവാരമുള്ള രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ച് വിടേണ്ടവരാണ്. അവിടെ ഒരു നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിന്റെ ഒരു ചുവട് പിടിച്ച് പ്രിപ്പറേഷൻസ് കൊണ്ടുവരുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാം. മാത്രമല്ല നമ്മുടെ കേരള സെറ്റ് എക്സാമിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യുക കൂടിയാണ്. നമുക്കറിയാം 48% മതി, പേപ്പറിന് 40% മതി. അതുകൊണ്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ടഫ് ആവുന്നു അല്ലെങ്കിൽ ഹൈ സ്റ്റാൻഡേർഡ് ആവുന്നു എന്ന് പറഞ്ഞ് ക്വാളിഫൈ ചെയ്യാതെ ഇരിക്കത്തുമില്ല. എന്നാൽ എക്സാമിന് ഒരു തനത് സ്റ്റാൻഡേർഡ് വരികയും ചെയ്യും. ഇവിടം കൊണ്ടൊന്നും UGC നെറ്റ് എക്സാമിൽ നിന്നുള്ള OPD തീരുന്നില്ല. 94ാമത്തെ ചോദ്യം വാട്ട് ഡിഡ് മാത്യു അർണൾഡ് ഇംപ്ലൈ ബൈ ദ ടേം നമ്മൾ പറഞ്ഞു. 95 പറഞ്ഞു, 96 പറഞ്ഞു. 98ാമത്തെ ചോദ്യം ഹൂ റോട്ട് ദ ഷോർട്ട് സ്റ്റോറി ദ വാട്ടർ. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതും ചോദിച്ചിരിക്കുന്നത് 2021 ഡിസംബർ ഷിഫ്റ്റിൽ നിന്നാണ്. ഷിഫ്റ്റ് 2 നിന്നാണ് ചോദ്യം വന്നത് എന്ന് മാത്രം. ഓക്കെ,
ഡിസംബർ 2021 ഷിഫ്റ്റ് 2-ൽ നിന്നാണ് ചോദ്യം വന്നത്. ദെൻ ഫിലോസഫി ഓഫ് പ്രാക്സിസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? എഗൈൻ സെയിം ആ ഒരു അതേ വർഷത്തെ 2021 ഡിസംബർ ഷിഫ്റ്റ് 1-ലെ ക്വസ്റ്റ്യൻ ആണ് ഇത്. പിന്നെ 100ാമത്തെ ചോദ്യം ഇക്കോ ഫെമിനിസം. നമ്മളത് ഒരു കാറ്റഗറിയിൽ മാത്രമല്ല UGC നെറ്റിന് ഇക്കോ ഫെമിനിസം ആരാണ് കോയിൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. നെറ്റിന് ചോദിച്ചിട്ടുണ്ട്, പൊളിറ്റിക്കൽ സയൻസിന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റു പല സബ്ജക്ട്സിനും പൊതുവായിട്ട് ചോദിക്കുന്ന ഒരു നെറ്റ് ക്വസ്റ്റ്യൻ ആണ് അത്. ദെൻ 101ാമത്തെ ചോദ്യം അല്പമല്ല കുട്ടികളെ ഒന്നിട്ട് വട്ടം കറക്കിയത്. നോം ചോംസ്കിയുടെ ബുക്സ് ഒക്കെ നമുക്കറിയാം, പക്ഷെ ഓപ്ഷൻസ് വരുമ്പോൾ ഓപ്ഷൻസിൽ നിന്ന് അത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാന ജോലി എന്ന് പറയുന്നത്. ഇതും ഡിസംബർ 2021 ഷിഫ്റ്റ് 2. അപ്പൊ 2023 2021 വർഷങ്ങളിൽ നിന്ന് 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 3 ചോദ്യങ്ങൾ വെച്ച് 6 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ഫെർഡിനാൻഡ് ഡി സസൂർ ലാംഗ്വേജ് ഈസ് വാട്ട്. ഇതിന്റെ അകത്ത് കുറച്ച് ടേംസ് നമുക്കറിയാം, അതിൽ ഒരെണ്ണം ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതും ചോദിച്ചിരിക്കുന്നത് 2021 ഡിസംബറിന്റെ ഷിഫ്റ്റ് 2-ൽ നിന്നാണ്. അപ്പം 2021 നിന്ന് ചോദിച്ച UGC ക്വസ്റ്റ്യന്റെ എണ്ണം 4ആയി. ഇനി 103ാമത്തത് ദ സെറ്റ് ഓഫ് ഇൻഫ്ലക്റ്റഡ് ഫോംസ് ടേക്കൺ ബൈ എ സിംഗിൾ വേർഡ് ഈസ് എ. ഇതും സെയിം ഷിഫ്റ്റിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇപ്പം സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവര് ആദ്യം ചെയ്യേണ്ട PYQ സെറ്റിന്റെ PYQ അല്ല, UGC നെറ്റ് എക്സാമിന്റെ PYQ ആണെന്ന് സാരം. 2020 തൊട്ടുള്ള ഷിഫ്റ്റുകളുടെ PYQ നിങ്ങൾ ചെയ്യണം. 2020-ലെ 2 ക്വസ്റ്റ്യൻ 2 സെറ്റ്, 21 22 ആകുമ്പോൾ ഷിഫ്റ്റിനനുസരിച്ച് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുന്നുണ്ട്. 23 24 25-ലെ ചോദ്യങ്ങൾ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, സെറ്റ് എക്സാമിന് പോവാൻ. അതിന്റെ ഗുണം നമ്മുടെ സെറ്റ് ഇംഗ്ലീഷ് സിലബസിലെ അവസാന മൊഡ്യൂളുകൾ നിങ്ങൾക്ക് ഒരുപക്ഷെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രം മതി. ഇപ്പം ടേംസ് നിങ്ങൾക്ക് കിട്ടും. ഹു ഈസ് ഭക്തിൻ ആരാണ്, അല്ലെങ്കിൽ ഫൂക്കോ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഹെട്രോഗ്ലോസി ആരുടെ ടേം ആണ്, കാർണിവലസ്ക്യൂ എന്താണ്, അത്തരത്തിലുള്ള ടേംസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ കിട്ടും. അത് മതിയാവും എക്സാം ക്ലിയർ ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? 104ാമത്തെ ചോദ്യം വിച്ച് ക്യാരക്ടർ ഇൻ ഹാംലെറ്റ് അട്ടേഴ്സ് ദ ലൈൻ സംതിങ് ഈസ് റോട്ടൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെൻമാർക്ക്. ഡിസംബർ 2021-ലെ ഷിഫ്റ്റ് 2 ആണ് ക്വസ്റ്റ്യൻ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ എൻട്രിക്ക് വേണ്ടി സെറ്റിന്റെ ഇംഗ്ലീഷ് കോഴ്സിൽ ഈ കോഡ്സ് എല്ലാം കൂടി എടുത്തിട്ട് ഞാൻ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് കൊടുക്കുന്നത്. ഐഡന്റിഫൈ ചെയ്ത് താഴെ കമന്റ് ചെയ്യാനാണ് പറയുന്നത്, റാദർ ദാൻ സ്പൂൺ ഫീഡിങ്. കുട്ടികൾക്ക് അപ്പൊ കുറച്ചുകൂടി അവർ കോഡ്സുമായിട്ട് പരിചയപ്പെടും എന്നുള്ളത് കൊണ്ട് നമ്മൾ കോഡ്സ് എല്ലാം എടുത്തൊരു വീഡിയോ ആക്കിയിട്ട് അതിന്റെ താഴെ നിങ്ങൾ ഇത് ആരാണെന്ന് കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് വരെ കൊടുത്തിട്ടുണ്ട്. സമഗ്രമായ ഒരു ക്ലാസ് ആണ്. നമ്മൾ കൊടുത്ത അമേരിക്കൻ ലിറ്ററേച്ചറിൽ നിന്നുള്ള പല പോർഷൻസും എന്ത് ചെയ്തു അസച്ച് ചോദിച്ചിട്ടുണ്ട്. 105ാമത്തെ ക്വസ്റ്റ്യനും എന്ത് തന്നെ, ഡിസംബർ 2021 ഷിഫ്റ്റ് 2. 6ഓളം ചോദ്യങ്ങളാണ് ഇപ്പൊ ഡിസംബർ ഷിഫ്റ്റിൽ നിന്ന് നമ്മൾ കണ്ടത്. വിച്ച് 2 ഓഫ് ദ ഫോളോയിങ് ആർ വർക്ക് ബൈ I.A. റിച്ചാർഡ്സ്. ഓക്കെ, പിന്നീട് 107ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പം 2020-ലെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ 2020 തൊട്ടുള്ള ചോദ്യങ്ങൾ ചെയ്താൽ മതി. 2020 ഒക്ടോബർ UGC നെറ്റിന്റെ ഒക്ടോബറിൽ നടന്ന പരീക്ഷയിൽ നിന്നുള്ള 2 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒന്ന് വെയിറ്റിംഗ് ഫോർ ഗോദോയിൽ അസ്ട്രൈഡ് ഓഫ് എ ഗ്രേവ് ആൻഡ് എ ഡിഫിക്കൽട്ട് ബർത്ത്. ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ HSC ഇംഗ്ലീഷിൽ വെയിറ്റിംഗ് ഫോർ ഗോദോ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എടുത്തു പറയുന്ന ഒരു കോട്ടാണ്. ഇത് ആര് പറഞ്ഞു എന്നുള്ളത് നമ്മൾ എടുത്തു പറയുന്ന ഒരു കോട്ടാണ്. ഒക്ടോബർ 2020 ഷിഫ്റ്റ് 1-ൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അടുത്തത് കണ്ടോ, ആ ക്വസ്റ്റ്യൻ ഇനി സെറ്റ് എക്സാം എഴുതുന്നവർ നിർബന്ധമായിട്ടും ചെയ്ത് പഠിച്ചിട്ട് പോകേണ്ട ഒരു ചോദ്യമാണ്. ഇതും UGC നെറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ് തന്നിരിക്കുന്നത്. ഒക്ടോബർ 2020 ഷിഫ്റ്റ് 2 UGC നെറ്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഹെട്രോഗ്ലോസി ആരുടേതാണ്, ഗ്രാൻഡ് നറേറ്റീവ് ആരുടെയാണ്, ഹെട്രോപ്പി ആര് കൊണ്ടുവന്ന ടേം ആണ്, ഇന്റർപെലേഷൻ ആര് കൊണ്ടുവന്ന ടേം ആണെന്ന് തുടങ്ങി മിക്സ് ചെയ്ത് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട ടേംസ് തന്നെയാണ്. പിന്നെ 120 ചോദ്യത്തിലെ 119ാമത്തെ ചോദ്യവും നെറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത നെറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബംഗ്ലാദേശി ഇമിഗ്രൻസിന്റെ, ഈസ്റ്റ് ലണ്ടനിലെ ബംഗ്ലാദേശി ഇമിഗ്രൻസിന്റെ ആ ഒരു അവസ്ഥ ഡെപ്പിക്ട് ചെയ്യുന്ന വർക്ക് ഏതാണെന്നുള്ള ചോദ്യം. സോ നോക്കിക്കേ, നിങ്ങൾ സെറ്റ് എക്സാമിന്റെ ആപ്ലിക്കേഷൻ ആദ്യം എറർ ഒന്നും ഇല്ലാതെ സബ്മിറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് വെക്കേഷൻ ടൈം ആണ്, കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പേപ്പർ 1-നും പേപ്പർ 2-നും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നീട് അതിന്റെ കൂടെ തന്നെ പേപ്പർ 2 കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് MCQ ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനമാണ് എങ്കിൽ
MCQ ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനമാണെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, കുറച്ച് അധികം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 2020 തൊട്ട് 2025 വരെയുള്ള UGC നെറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരാവർത്തിയിലധികം ചെയ്ത് നോക്കുക. അതിന്റെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലേക്ക് വെച്ചിരിക്കുക. ബിക്കോസ് ഓപ്ഷൻസ് അസച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് ഒരു കുറച്ചുകൂടി ഒരു ഹയർ സ്റ്റാൻഡേർഡ് സെറ്റ് കണ്ടക്ട് ചെയ്യുന്ന LBS എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സമഗ്രമായിട്ട് തന്നെ നടത്താൻ എൻട്രിയിൽ കോഴ്സുകളുണ്ട്. ഓക്കെ, നമ്മുടെ മോക്ക് എക്സാംസ് ഒക്കെ എഴുതി അതുപോലെ തന്നെ ഫ്രീ PDFs ഉണ്ട്. ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു സെറ്റിലേക്ക് വരാവുന്നതാണ്. 100% നമുക്ക് ക്ലിയർ ചെയ്യാൻ പാടില്ലാത്ത ഒരു എക്സാം തന്നെയാണ് സെറ്റ് എക്സാം. അതുപോലെ തന്നെ സെറ്റിന്റെ ഈ അറ്റംപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് പെർസ്പെക്റ്റീവിലാണ്? HSST വിളിക്കും എന്നുള്ള പെർസ്പെക്റ്റീവിലാണ്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷുകാരോടാണ് നിയമനങ്ങളില്ല എന്നൊക്കെ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ VHSC ലിസ്റ്റ് വളരെ അധികം മൂവിങ് ആണ്. 20 നിയമനത്തിലപ്പുറം സ്റ്റേറ്റ് വൈഡ് VHSC ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ നടന്നു കഴിഞ്ഞു. സോ നല്ല മൂവിങ് ആണ്. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ഏത് കാലത്താണ് നമ്മുടെ ഈ അധ്വാനവും അതുപോലെ തന്നെ ഒരു ലക്കും, ഓഫ് കോഴ്സ് ഒരു ഭാഗ്യമുണ്ട്, ജോലിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ആ ഒരു ഘട്ടം രണ്ടും കൂടി മേർജ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. HSST അടുത്ത തവണ ചിലപ്പോൾ VHSCയെ പോലെ തന്നെ നല്ല മൂവിങ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് സെറ്റ് പഠിച്ചിട്ട് നേരെ HSSTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ ഒരു വലിയ സ്വപ്നമാണ് ആക്ച്വലി VHSC അല്ലെങ്കിൽ HSST. നമ്മൾ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത് നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ്. അത് പുറം കമ്പോളങ്ങളിൽ 60-80 ലക്ഷം രൂപയ്ക്ക് വിൽക്കപ്പെടുന്ന ഒരു ജോലി നമ്മൾ നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് എഴുതിയെടുക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം നമുക്ക് നമ്മളോട് പ്രൗഡ് അല്ലെങ്കിൽ നമ്മളോടൊരു നമ്മൾ നമ്മുടെ തന്നെ തോളിൽ തട്ടി ഒന്ന് അഭിനന്ദിക്കുന്ന നിമിഷങ്ങളാണ് അതൊക്കെ. സോ അതൊക്കെ സ്വപ്നം കാണുക, നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഇപ്പം സമയമുണ്ട്, വിദ്യാർത്ഥികളോടാണ്, ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.